നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇരുട്ടത്ത് പ്രവർത്തിക്കുന്ന തെറ്റുകൾ വെളിച്ചത്തിൽ വരുന്ന ഒരു ദിനമുണ്ടാകും. ആ ദിനം എത്തിയിരിക്കുകയാണ് പല പ്രമുഖർക്കും. ഇന്നും നാം വളരെ ബഹുമാനത്തോടെ അവരുടെ ജീവിത വിജയമൊക്കെ വളരെ ആശ്ചര്യത്തോടെ എന്താ അത് മാതൃകയാക്കാമെന്ന് വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രമുഖരുടെയും അവർ ഇരുട്ടത്ത് ചെയ്തു കൂട്ടിയ അധാർമികതയുടെ ഭാണ്ഡക്കെട്ടുകൾ അഴിഞ്ഞു വീണിരിക്കുകയാണ് ലോകത്തിന് മുന്നിൽ. കുട്ടികളെ ഭോഗിക്കുന്ന ഒരു കൂട്ടം കാടന്മാരുടെ കേളിക്കഥകൾ ലോകത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. കേട്ടാൽ ഒരുതരം മെൻ്റൽ ട്രോമയിലേക്ക് നമ്മെ നയിക്കുന്ന വിധത്തിലുള്ള സത്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് എപ്സ്റ്റീൻ ഫയൽസിലൂടെ. എന്താണ് ലോകത്തെ മനുഷ്യരെ മുഴുവൻ ഒരു മിനിറ്റിലേക്കെങ്കിലും ട്രോമയിലേക്ക് തള്ളിവിടുന്ന എപ്സ്റ്റീൻ ഫയൽസിലെ ആ നടുക്കുന്ന വിവരങ്ങൾ? എന്താണ് എപ്സ്റ്റീൻ ഫയൽസ്? അമേരിക്കയിൽ ശതകോടീശ്വരനായി വളർന്ന് ലൈംഗിക കുറ്റവാളിയായി മാറിയ വ്യവസായിയാണ് ജെഫ്രി എപ്സ്റ്റീൻ. കോടീശ്വരന്മാർക്കായി വിരുന്നുകളും നിശാ പാർട്ടികളും സംഘടിപ്പിച്ചിരുന്ന എപ്സ്റ്റീൻ പിന്നീട് സെലിബ്രിറ്റികളുടെയും ഉന്നത രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തി തുടങ്ങി. ഈ കുറ്റത്തിന് ഇയാൾ അഴിക്കുള്ളിലായി. 2008 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചുവെന്ന് കുറ്റസമ്മതം നടത്തിയതോടെയാണ് എപ്സ്റ്റീൻ ആദ്യമായി അറസ്റ്റിലായത്. അറസ്റ്റിലായി വെറും 13 ദിവസത്തിനപ്പുറം അയാൾ പുറത്തിറങ്ങി. 2019 ജൂലൈയിൽ പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗിക ആവശ്യങ്ങൾക്കായി കടത്തിയെന്ന കുറ്റത്തിന് വീണ്ടും അറസ്റ്റ്. തൊട്ടടുത്ത മാസം ജയിലറയിൽ എപ്സ്റ്റീൻ മരിച്ചു വീണു. ജയിൽ അധികൃതരുടെ റിപ്പോർട്ട് പ്രകാരം എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്തിരിക്കാം എന്നാണ് വ്യക്തമാകുന്നത്. എന്നാൽ അതൊരു കൊലപാതകമാണോ എന്ന ചോദ്യവും ശക്തമാണ്. കാരണം ഈ കടത്തിക്കൊണ്ടുപോകുന്ന കുട്ടികളെ പല പ്രമുഖരെന്ന് വെച്ചാൽ VVIP പരിരക്ഷയിലുള്ള പ്രമുഖന്മാർക്കാണ് ഈ കുട്ടികളെ ഇയാൾ കാഴ്ചവെച്ചത്. ജെബ്രിയുടെ മരണത്തിന് ശേഷം ഇയാളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായവർക്കെതിരായ നിയമ നടപടികൾ നിർത്തിവെച്ചു. അയാൾ മരിച്ചതോടെ ആ അധ്യായം അവിടെ അടഞ്ഞുവെന്ന് പലരും കരുതി. പക്ഷേ തെറ്റി. അതിജീവിതത്തിൽ ഒരു പെൺകുട്ടി എപ്സ്റ്റീന്റെ കാമുകിക്കെതിരെ നിയമ നടപടി തുടങ്ങിയതോടെയാണ് കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് എത്തിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, നടൻ അലക് ബാൾഡ്വിൻ, ചലച്ചിത്ര നിർമ്മാതാവ് ഹാർവി വൈൻസ്റ്റൈൻ, ആൻഡ്രൂ രാജകുമാരൻ, മാത്രമല്ല സ്റ്റീഫൻ ഹോക്കിങ്സ് തുടങ്ങിയ വമ്പന്മാരുടെ കോണ്ടാക്ട് ലിസ്റ്റാണ് ജെഫ്രി എപ്സ്റ്റീൻ്റെ ലിസ്റ്റിലുള്ളത്. ലൈംഗിക അടിമകളെന്ന് തോന്നിപ്പിക്കും വിധം പല പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങൾ, അവരിൽ പലരെയും പ്രമുഖർക്ക് കാഴ്ചവെച്ചെന്ന തുറന്നു പറച്ചിലുകൾ, ഇതെല്ലാം എപ്സ്റ്റീൻ നടത്തിയിരുന്നു. അമേരിക്ക വീണ്ടും ട്രംപിൻ്റെ കൈകളിൽ എത്തിയതോടെയാണ് എപ്സ്റ്റീൻ ഫയലുകളെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് വീണ്ടും ശക്തി പ്രാപിച്ചത്. ആഘോഷരാവുകളിൽ എപ്സ്റ്റീനൊപ്പമുള്ള ട്രംപിൻ്റെ ചിത്രങ്ങൾ ചില സംശയങ്ങൾക്കും ആരോപണങ്ങൾക്കും വഴിവെച്ചു. പിന്നാലെ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിടണം, അല്ലെങ്കിൽ ആ ഫയലുകളിലുള്ള തെളിവുകൾ, വീഡിയോകൾ, ഡോക്യുമെന്റ്സ് ഒക്കെ പുറത്തുവിടണമെന്ന ആവശ്യം ശക്തമാകാൻ തുടങ്ങി. അങ്ങനെ നിരന്തര സമ്മർദ്ദങ്ങൾക്കൊടുവിൽ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിടാൻ ട്രംപ് നിർബന്ധിതനാകുകയായിരുന്നു. അങ്ങനെ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നു. അമേരിക്കയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് എപ്സ്റ്റീൻ ഫയൽസ് ആർക്കും ലോകത്തെവിടെ നിന്നും ഏതു മനുഷ്യനും അത് ഡൗൺലോഡ് ചെയ്യാൻ എടുക്കാൻ പാകത്തിലാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ കണ്ടെത്തിയ വിവരങ്ങൾ, ബന്ധപ്പെട്ട രേഖകൾ, കോണ്ടാക്ട് ലിസ്റ്റുകൾ, കോൾ റെക്കോർഡുകൾ, ചാറ്റുകൾ, വീഡിയോകൾ, അയാളുടെ കൂട്ടാളികളുടെയും ക്ലയന്റുകളുടെയും പേരുകൾ എന്നിവ ഉൾപ്പെടുന്ന ഫയലാണ് എപ്സ്റ്റീൻ ഫയലുകൾ എന്ന് അറിയപ്പെടുന്നത്. 3 ദശലക്ഷത്തിലധികം പേജുകളാണ് ഈ ഫയലിൽ ഉള്ളത്. 2000-ലധികം വീഡിയോകൾ തെളിവുണ്ട്. 2 ലക്ഷത്തോളം ചിത്രങ്ങൾ തെളിവുണ്ട്. മുൻപ് പുറത്തുവിടാതെ മാറ്റിവെച്ചിരുന്ന വിപുലമായ രേഖകളാണ് US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടത്. അതിലൊരു ഭാഗത്തിൽ ഇസ്രായേലിൽ പോകാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉപദേശിച്ചു എന്നുള്ള പരാമർശം, അതായത് മോദിയുടെ പേരും ആ ഒരു ഫയലിൽ വരുന്നു. ഇത് കോൺഗ്രസും ആയുധമാക്കിയിരിക്കുകയാണ്. എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിട്ടെങ്കിലും അന്വേഷണത്തിൽ എപ്സ്റ്റീൻ വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം പൊതുജനങ്ങൾക്ക് ലഭ്യമായ നിലയിൽ പരസ്യപ്പെടുത്തിയിട്ടില്ല. പോട്ടെ, ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ തന്നെ മനുഷ്യനെ വല്ലാത്ത രീതിയിൽ അലട്ടുന്നതാണ്. അതായത് ഒരു മനസാക്ഷിയുള്ള ഒരു മനസ്സിനെ ഉറപ്പായിട്ട് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ വല്ലാതെ ഒരു 2-3 ദിവസം വലിയ രീതിയിൽ അലട്ടുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് കുഞ്ഞു കുട്ടികളെ, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വളരെ ക്രൂരമായി ലൈംഗിക ആസക്തി ആ കുട്ടികളോട് തീർക്കുന്ന പ്രമുഖന്മാർ, ആ വീഡിയോകൾ, ആ കുട്ടികളുടെ നിലവിളി, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ, വീഡിയോകൾ, ഓഡിയോ റെക്കോർഡുകൾ അടക്കം പുറത്തു വന്നത് അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതാണ്. എപ്സ്റ്റീൻ്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പ്രമുഖരുടെ ബന്ധം എന്താണ് എന്നത് ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. ഇയാൾ ഒരു ഐലൻഡ് വാങ്ങി ആ ഐലൻഡിലാണ് ഇത്തരത്തിൽ ഈ കുട്ടികളെ അവിടത്തേക്ക് കടത്തിക്കൊണ്ടുവരും. പ്രമുഖർ അവിടെ എത്തും, അവരുടെ ആഗ്രഹങ്ങൾ
തീർക്കും. അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ജെഫ്രി എപ്സ്റ്റെയിൻ, ട്രംപ്, ബിൽ ക്ലിന്റൺ എന്നിവരടക്കമുള്ള പ്രമുഖരുടെ ലൈംഗിക ദൃശ്യങ്ങൾ പകർത്തിയെന്ന് ആരോപിക്കുന്ന രേഖകൾ പുറത്തായതോടെ അത് വലിയ രീതിയിലുള്ള, അതായത് ട്രംപിനെ കുടുക്കുക അല്ലെങ്കിൽ ഈ രേഖകളൊക്കെ പുറത്തുവിട്ട് പ്രമുഖന്മാരെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അത്തരത്തിൽ ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നിരിക്കാം ജെഫ്രി എപ്സ്റ്റെയിന് എന്നതടക്കമുള്ള വിലയിരുത്തലുകളൊക്കെ നിലവിൽ വരുന്നുണ്ട്. ട്രംപ്, അതുപോലെ തന്നെ ബിൽ ക്ലിന്റൺ എന്നിവർക്ക് പുറമെ ആൻഡ്രൂ രാജകുമാരൻ്റെതും സർ റിച്ചാർഡ് ബ്രാൻസന്റെ ദൃശ്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാളായ സാറ റാൻസമിൻ്റെതാണ് വെളിപ്പെടുത്തൽ. എപ്സ്റ്റെയിൻ്റെ വീട്ടിൽ മസാജിങ്ങിന് എത്തിയവരിൽ ഒരാളായിരുന്നു സാറ. സാറയുടേതായി പുറത്തുവന്ന വെളിപ്പെടുത്തലുകൾ എപ്സ്റ്റെയിൻ്റെയും ട്രംപിൻ്റെ അഭിഭാഷകർ തള്ളിയിരുന്നു. ഒരു ഘട്ടത്തിൽ കോടതിയിൽ ഇതിൻ്റെ തെളിവുകൾ ഹാജരാക്കാൻ യുവതിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും വിശ്വാസ്യതയില്ലാത്ത വെറും ആരോപണങ്ങൾ മാത്രമാണെന്നുമായിരുന്നു എപ്സ്റ്റെയിൻ്റെ അഭിഭാഷകരുടെ പ്രതികരണം. 2016 മാധ്യമപ്രവർത്തകൻ അയച്ച ഇമെയിലുകളിലാണ് സാറയുടെ വെളിപ്പെടുത്തൽ. തൻ്റെ സുഹൃത്ത് ക്ലിന്റനുമായും ആൻഡ്രൂ രാജകുമാരനുമായും റിച്ചാർഡ് ബ്രാൻസനുമായെല്ലാം ലൈംഗിക ബന്ധം പുലർത്തിയിട്ടുണ്ടെന്നും ഓരോ തവണയും ഇതിൻ്റെ ദൃശ്യങ്ങൾ എപ്സ്റ്റെയിൻ പകർത്തിയിട്ടുണ്ടെന്നും സാറയുടെ മെയിലുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ ദൃശ്യങ്ങളിൽ ക്ലിന്റൺ അടക്കമുള്ളവരുടെ മുഖം വ്യക്തമാണെന്നും എന്നാൽ ഒരു വീഡിയോയിൽ പോലും പെടാതിരിക്കാൻ എപ്സ്റ്റെയിൻ കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും മെയിലുകളിൽ ഒന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എപ്സ്റ്റെയിൻ്റെ ന്യൂയോർക്കിലെ വസതിയിൽ വെച്ച് ഡൊണാൾഡ് ട്രംപുമായി പലവട്ടം തന്റെ സുഹൃത്തുക്കൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും മറ്റൊന്നിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഹിലരിയെയും ട്രംപിനെയും മറ്റൊന്നിൽ അധിക്ഷേപിക്കുന്നുമുണ്ടായിരുന്നു. വിക്കിലീക്സ് വഴി ഫുട്ടേജുകൾ താൻ പുറത്തുവിടുമെന്നും ലോകം മുഴുവൻ അറിയട്ടെ എന്നും യുവതി 2014 നടത്തിയ വെളിപ്പെടുത്തലുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ആരോപിച്ചത് പ്രകാരമുള്ള ചില തെളിവുകളൊന്നും ഹാജരാക്കാൻ സാറയ്ക്ക് കഴിഞ്ഞില്ല. തന്റെ തുറന്നു പറച്ചിലുകൾ കൊണ്ട് തന്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടായെന്നും വെളിപ്പെടുത്തലുകൾ വെറുതെയായെന്നും വാദം പിൻവലിച്ച് പിന്നീട് അവർ രംഗത്തെത്തുകയും ചെയ്തു. കോടീശ്വരനായിരുന്നു ജെഫ്രി എപ്സ്റ്റെയിൻ. ജെഫ്രി എപ്സ്റ്റെയിനെതിരെ നേരത്തെയും തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നതാണ്. പിന്നീടാണ് ഇയാൾ അറസ്റ്റിലാകുകയും കുറ്റം സമ്മതിക്കുക എന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്തത്. കോടീശ്വരനായിരുന്നു ജെഫ്രി എപ്സ്റ്റെയിൻ. പെൺകുട്ടികളെ ഉന്നതർക്ക് കാഴ്ചവെച്ച് സൗഹൃദം തുടരുന്ന വ്യക്തിയാണ് എന്നതടക്കമുള്ള ആരോപണം ഇയാൾക്കെതിരെ ഉയർന്നതാണ്. ലൈംഗിക കുറ്റത്തിൽ വിചാരണ കാത്തിരിക്കവെ 2019 ജെഫ്രി എപ്സ്റ്റെയിൻ ജീവനൊടുക്കിയത്. എപ്സ്റ്റെയിനായും മറ്റുള്ളവർക്കായും പെൺകുട്ടികളെ എത്തിച്ചു നൽകിയെന്ന് തെളിഞ്ഞതോടെ പങ്കാളി ഗിസ്ലെയ്ൻ മാക്സ്വെല്ലിനെയും കോടതി 20 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു. എന്തായാലും ആരൊക്കെയാണ്, ഏതൊക്കെ സെലിബ്രിറ്റികളാണ് ഇയാളുടെ ക്ലയന്റുകളായിരുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് പല പ്രമുഖരുടെയും മുഖം മൂടി അഴിഞ്ഞു വീണത്. ഇവരൊക്കെ ഇത്തരക്കാരായിരുന്നു. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വരെ ഇത്തരത്തിൽ മോശമായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള വൃത്തികെട്ടവന്മാരായിരുന്നു ഈ പ്രമുഖരൊക്കെ എന്ന് ആരും ചോദിച്ചു പോകുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല പുറത്തു വന്ന രേഖകളിൽ പ്രത്യേകിച്ച് ഈ എപ്സ്റ്റെയിനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ആരൊക്കെ ലിസ്റ്റിലുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ ഇയാളുമായി ബന്ധം പുലർത്തിയിരുന്നു എന്ന തരത്തിൽ പുറത്തു വന്ന ഈ രേഖകളിൽ നിരവധി ഇന്ത്യക്കാരുടെ പേരുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി, വ്യവസായി അനിൽ അംബാനി, സംവിധായിക മീര നായർ, ആത്മീയ ഗുരു ദീപക് ചോപ്ര തുടങ്ങിയവർ എപ്സ്റ്റീൻ ഫയൽസിൽ പേരുള്ള പ്രമുഖരാണ്. പുറത്തുവന്ന രേഖകളിൽ പേരുണ്ടെങ്കിലും എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട് എന്നതിനർത്ഥമില്ല. തീർച്ചയായിട്ടും എപ്സ്റ്റീനുമായി ബന്ധമുള്ള ഇന്ത്യയിലെ പ്രമുഖർ എന്ന നിലയിൽ മാത്രമാണ് ഇവരുടെ പേരുകൾ പരാമർശിക്കപ്പെടുന്നത്. മറിച്ച് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു എന്ന ഒരു ലേബലൊന്നും ചുമത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഫയലുകളിൽ പേരുണ്ട് എന്നൊരു ആരോപണം അത് ഒരു ആയുധമാക്കി കോൺഗ്രസും എടുത്തിട്ടുണ്ട് എന്നതും ശ്രദ്ധേയം. പല പേരുകളും ചില ഇമെയിലുകളിൽ പരാമർശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര്. എപ്സ്റ്റീൻ രേഖകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരുണ്ട്. മോദി തന്റെ ഉപദേശം സ്വീകരിച്ചെന്നാണ് ഇമെയിലിൽ എപ്സ്റ്റീൻ പരാമർശിച്ചത്. തന്റെ നിർദ്ദേശപ്രകാരം മോദി ഇസ്രായേലിൽ പോയെന്നും അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നും അതുകൊണ്ട് ഗുണമുണ്ടായെന്നുമാണ് പരാമർശമുള്ളത്. എന്നാൽ എന്ത് പ്രയോജനമെന്ന് മെയിലിൽ വ്യക്തമാക്കിയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിക്കുന്ന ഇമെയിൽ സന്ദേശങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കണ്ടുവെന്നും ഇത് തികച്ചും അടിസ്ഥാനരഹിതമായ ജൽപ്പനങ്ങളാണെന്നുമാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇതിൽ പ്രതികരിച്ചത്. ഹർദീപ് സിംഗ് പുരിയുടെ പേര് പരാമർശിക്കുന്നുണ്ട് എപ്സ്റ്റീൻ ഫയലുകളിൽ. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ഹർദീപ് സിംഗ് പുരിയും ജെഫ്രി എപ്സ്റ്റീനും തമ്മിൽ നടന്ന ഇമെയിൽ ചാറ്റുകളുടെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ബിസിനസ് ശൃംഖല കെട്ടിപ്പടുക്കുന്നതിനും നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുമൊക്കെ ഇതിൽ ഉൾപ്പെട്ടുവെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. 2014 മുതൽ 2017 ജൂൺ വരെയുള്ള ഏതാണ്ട് 3 വർഷത്തെ വിവരങ്ങളാണ് ഇതിലുള്ളത്. എപ്സ്റ്റീന്റെ ന്യൂയോർക്കിലെ വസതിയിൽ വെച്ച് കുറഞ്ഞത് 3 കൂടിക്കാഴ്ചകളെങ്കിലും പുരിയുമായി നടന്നതായാണ് വെളിപ്പെടുത്തൽ. ഇതിനു പുറമെ സിലിക്കൺ വാലിയിലെ നിക്ഷേപ
പ്രമുഖരുമായി ബന്ധിപ്പിക്കാൻ എപ്സ്റ്റീൻ നിരന്തരമായ ശ്രമങ്ങൾ നടത്തിയിരുന്നതായും വെളിപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് ഔദ്യോഗിക പദവികളൊന്നും വഹിച്ചിരുന്നില്ലെങ്കിലും ഹർദീപ് സിംഗ് പുരി BJP അംഗമായിരുന്നു. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ന്യൂയോർക്കിലെ ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന തിങ്ക് ടാങ്കിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പുറത്തുവന്ന എപ്സ്റ്റീൻ ഫയലുകളിൽ ഇന്ത്യയിലെ പ്രമുഖൻ അനിൽ അംബാനിയുടെ പേരുണ്ട്. വ്യവസായി അനിൽ അംബാനിയുടെ പേരാണ് ഏറ്റവും കൂടുതൽ തവണ പരാമർശിക്കപ്പെട്ടത്. ഡൊണാൾഡ് ട്രംപ് ആദ്യമായി അധികാരത്തിലേറിയപ്പോൾ അംബാനി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടു. ട്രംപിന്റെ അടുത്ത വൃത്തങ്ങളിലെ പ്രമുഖരുമായി ചങ്ങാത്തമുണ്ടാക്കാൻ എന്താണ് വഴിയെന്ന് നേതൃത്വം അന്വേഷിച്ചതായി അനിൽ അംബാനി 2017 മാർച്ച് 16 എപ്സ്റ്റീൻ അയച്ച സന്ദേശത്തിൽ പറഞ്ഞു. മാർച്ച് 29 അനിൽ അംബാനിക്കുള്ള സന്ദേശത്തിൽ എപ്സ്റ്റീൻ ഇസ്രായേൽ വിഷയം പരാമർശിക്കുന്നുണ്ട്. മോദി ജൂലൈയിൽ ഇസ്രായേൽ സന്ദർശിക്കുമെന്ന് അനിൽ അംബാനിയാണ് മറുപടി നൽകുന്നത്. പിന്നാലെ ജൂൺ 26 മോദി US സന്ദർശിക്കുന്നു. ജൂലൈ 6 ഇസ്രായേലും സന്ദർശിക്കുന്നു. എന്നാൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിന്റെ ഭാഗമായുള്ള സംസാരമല്ല ഇതൊന്നും. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇവർ കുറ്റക്കാരാണ്, അല്ലെങ്കിൽ ഇവർ കുറ്റം ചെയ്തു, അല്ലെങ്കിൽ ഇവർ മോശമായിട്ട് എപ്സ്റ്റീനുമായുള്ള ബന്ധം പുലർത്തിയിരുന്നത് മോശം തലത്തിലാണ് എന്ന വിമർശനങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല, കഴമ്പില്ല. മറിച്ച് എപ്സ്റ്റീനുമായി ബന്ധമുണ്ടായിരുന്നു. അത് എന്ത് തരത്തിലുള്ള ബന്ധം? അതായത് എപ്സ്റ്റീൻ പറഞ്ഞതനുസരിച്ച് ഇസ്രായേൽ മോദി സന്ദർശിക്കുന്നു, അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ അതെന്തിനാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.